വളരെ സ്നേഹം നിറഞ്ഞ പണ്ഡിത ശിരോമണികളെ, നമ്മുടെ മഹല്ല് ജമാഅത്തിന് നേതൃത്വം നൽകുന്ന ഖതീബ് ഉസ്താദ്, ഇവിടുത്തെ മുഅല്ലിമീങ്ങൾ, ഈ പരിപാടിയുടെ സംഘാടകരായ എൻ്റെ അഭിനന്ദരായ സുഹൃത്തുക്കൾ, അല്ലാഹു നമ്മുടെ ഹൃദയങ്ങളിൽ ഈമാനിൻ്റെയും തഖ്വയുടെയും വെളിച്ചം ലഭിക്കാൻ ഈ സംഗമം ഒരു നിമിത്തമായി അല്ലാഹു സ്വീകരിക്കട്ടെ. ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ ഈ ഒത്തുചേരൽ അല്ലാഹു ഒരു വഴിയാക്കി തരട്ടെ. ആമീൻ. യുവസമൂഹത്തോടാണ് ഇന്ന് നമുക്ക് സംവദിക്കാനുള്ളത്. യൗവനം 15 വയസ്സ് മുതൽ 40 വയസ്സുവരെ ശരീഅത്തിന്റെ കണക്കിൽ ഒരാൾ യുവാവാണെന്നാണ്. 40 വയസ്സുവരെ യുവാവ് എന്നാ പറയാം. 39 വയസ്സാണ്, 40 വയസ്സായിട്ടുണ്ട്. ശറഇന്റെ കാഴ്ചപ്പാടിൽ നല്ല 1-ാം നമ്പർ ചെറുപ്പക്കാരനാണെന്ന. 40 കഴിഞ്ഞാൽ യൗവനം കഴിഞ്ഞ് പ്രായത്തിന്റെ പക്വതയിലേക്ക് ഏറ്റവും കൂടുതൽ സാർത്ഥമായി ജീവിക്കേണ്ട, ബോധത്തോടുകൂടെ ജീവിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. ആ വയസ്സിലാണല്ലോ അമ്പിയാക്കന്മാർക്ക് നുബുവത്ത് അല്ലാഹു നൽകിയത്. ജീവിതത്തെ മൊത്തം സംബന്ധിച്ച് അല്ലാഹു നാളെ ചോദിക്കുമെന്നാണ്. ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഇൻ. 4 വിഷയത്തെ സംബന്ധിച്ച് ചോദിക്കപ്പെടാതെ ഒരാൾക്കും നാളെ ഒരു കാലം എടുത്തു വെക്കാൻ കഴിയുകയില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ ഉംരിഹി ഫീമാ അഫ്നാ. ജീവിതം എവിടെയാണ് ചെലവഴിച്ചത് എന്ന ചോദ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് വഅൻ ശബാബിഹി, യൗവനം എവിടെ ചെലവഴിച്ചു എന്ന ചോദ്യമുണ്ട്. ശ്വാസത്തിന്റെ വില എത്രയാണെന്നറിയണമെങ്കിൽ ആശുപത്രി കിടക്കകളിൽ ആർട്ടിഫിഷ്യൽ സംവിധാനം ഒരുക്കി നെബുലൈസ് ചെയ്യുന്ന പോലെ ശ്വാസോച്ഛ്വാസം കൊടുത്ത് ഒരു രോഗിയെ കിടത്തി ഓരോ മണിക്കൂറിനും എണ്ണി നമ്മൾ കാശ് കൊടുക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, ഒന്നും അറിയാതെ ശ്വസിക്കണമെന്ന് മനസ്സിൽ നിയ്യത്ത് പോലും ആവശ്യമില്ലാതെ നമ്മൾ ശ്വസിക്കുന്നത്. ശ്വസിക്കാൻ നിയ്യത്ത് വേണമെങ്കിൽ പലരും നിയ്യത്ത് കിട്ടാതെ മരിച്ചുപോയേനെ. ശ്വസിക്കണമെങ്കിൽ നിയ്യത്ത് വേണമെങ്കിൽ ആലോചിക്കേണ്ട പോലും ആവശ്യമില്ലാതെ ഉറക്കത്തിൽ ശ്വസിച്ച ഈ ശ്വാസങ്ങൾ, യാ അയ്യുഹൽ ഇൻസാൻ ഇന്നമാ അൻത അൻഫാസ്, ഓ മനുഷ്യ നീ ചില ശ്വാസങ്ങളാണ്, ചില സെക്കൻഡുകളാണ്. ഇതിന് വിലയുണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ. ഇതിന് മറുപടി പറയണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഈമാനുള്ളവരെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ. വഖൂലൂ ഖൗലൻ സദീദാ, മോശമായ വാക്ക് പ്രയോഗങ്ങൾ നിങ്ങൾ ചെയ്യരുതേ. വഖൂലൂ ഖൗലൻ സദീദാ, നേരായ വഴിയിലൂടെയുള്ള വാക്കുകളല്ലാതെ ആഭാസത്തിന്റെ വാക്കുകൾ നിങ്ങൾ പറഞ്ഞു പോവല്ലേ. മോശമായ പദപ്രയോഗങ്ങൾ നിങ്ങളുടെ സംസാരങ്ങളിൽ വന്നു പോകരുത്. ഖൗലൻ സദീദാ, വൈകാരികത ഉണർത്തുന്ന വാക്കുകൾ പറഞ്ഞു പോകല്ലേ. അല്ലാഹുവിന്റെ കലാമ് പോലും അത് പറഞ്ഞില്ലല്ലോ. തോന്നിവാസത്തിന്റെ വാക്കുകൾ നിങ്ങളുടെ മെസ്സേജുകളിൽ വരല്ലേ, നിങ്ങളുടെ വീഡിയോ ക്ലിപ്പുകളിൽ കാണല്ലേ ആഭാസം പറയുന്നത്. വഖൂലൂ ഖൗലൻ സദീദാ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന വാക്കുകളെ നിങ്ങൾ പറയാവൂ. യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ എന്ന് വിളിച്ച് അല്ലാഹു ചോദിക്കുന്നില്ലേ? ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കുന്നുണ്ടോ? വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങളുടെ നാവ് നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റിയാൽ, നിങ്ങളുടെ ഡയലോഗുകൾ സൂക്ഷിക്കാൻ പറ്റിയാൽ, യഗ്ഫിർ ലക്കും ദുനൂബക്കും, തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു അത് പുറത്തു തരും. നാവ് സൂക്ഷിക്കണം. വയഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വഖൂലൂ ഖൗലൻ സദീദൻ യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ കർമ്മങ്ങൾ അല്ലാഹു നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു
ഫഖദ് ഫാസ ഫൗസൻ അദീമാ. ആരാണോ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നത് അവർക്കാണ് കേട്ടോ വിജയം, അവരാണ് വിജയിച്ചവർ. അല്ലാഹുവും റസൂലും പറഞ്ഞത് അതാണ് നമ്മളോട് ചർച്ച ചെയ്യാൻ പോകുന്നത്. അല്ലാഹു ഇത് സ്വീകരിക്കട്ടെ. സഹ്ൽ ഇബ്നു അബ്ദില്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു, ഖുറാസാനിലെ തുസ്തറിൽ ഹിജ്റ 201 ജനിച്ച മഹാനായ സഹ്ൽ ഇബ്നു അബ്ദില്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു. തുസ്തർ അവിടെയാണ് അവരുടെ മക്കാനുൽ മീലാദ് ബിതുസ്തർ ഫി ബിലാദി ഖുറാസാൻ, ഇറാനിന്റെ പ്രദേശങ്ങളാണ്, ഇന്നത്തെ അഫ്ഗാനിന്റെ ഭാഗങ്ങൾ. ബഹുമാനപ്പെട്ട സഹ്ൽ ഇബ്നു അബ്ദില്ലാഹി തങ്ങൾ 3 വയസ്സുള്ള കുട്ടിയായിരുന്നപ്പോ, 3 വയസ്സുണ്ടായിരുന്നപ്പോഴാണ് കുൻതു അഖൂം ബില്ലൈൽ അൻദുർ ഇലാ സ്വലാത്തി ഖാലി മുഹമ്മദ് ബിൻ സിവാർ, എന്റെ ഉമ്മയുടെ സഹോദരൻ അല്ലാമ മുഹമ്മദ് ബിൻ സിവാർ റഹ്മഹുല്ലാഹ് എഴുന്നേറ്റ് രാത്രികാലത്ത് നിസ്കരിക്കുമ്പോ അത് കാണാൻ വേണ്ടി ഞാൻ എഴുന്നേൽക്കാറുണ്ട്. 3 വയസ്സുള്ള സഹ്ൽ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു, മുഴുവൻ പേര് സഹ്ൽ ഇബ്നു അബ്ദില്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു. 3 വയസ്സുള്ളപ്പോഴേ നിസ്കരിക്കാൻ അറിയൂല, പക്ഷെ നിസ്കാരത്തിന്റെ മധുരം കാണാൻ ഞാനൊന്ന് എഴുന്നേറ്റ് നിൽക്കും. ഉറക്കത്തുനിന്ന് പാതിരാക്കി എഴുന്നേൽക്കുന്ന കുട്ടിയെ പറ്റി ആലോചിച്ച് നോക്കി. അങ്ങനെ എഴുന്നേറ്റിരുന്നപ്പോ കാണുന്നത് നിസ്കരിക്കുന്നതാണ്. സീരിയൽ കാണുന്ന ഉമ്മയല്ല കുഞ്ഞിവിടെ കാണുന്നത്, അല്ലേ? ടിവിയിലേക്ക് നോക്കി ചാനൽ മറിച്ചുകൊണ്ടിരിക്കുന്ന വാപ്പയുടെ ചിത്രമല്ല സഹ്ൽ ഇബ്നു അബ്ദില്ലാഹി തങ്ങൾ കാണുന്നത്. നിസ്കരിക്കുന്ന മഹാനായ മുഹമ്മദ് ബിൻ സിവാർ റഹ്മഹുല്ലാഹയെ കാണുമ്പോ എന്റെ കാക്ക എന്നോട് പറഞ്ഞു, ഉമ്മയുടെ സഹോദരൻ എന്റെ ഖാൽ അമ്മാവൻ എന്നോട് പറഞ്ഞു, യാ സഹ്ൽ, സഹ്ലേ അലാ തദ്കുറുല്ലാഹ്, സഹ്ലേ നിങ്ങൾക്ക് അല്ലാഹുവിനെ ഓർക്കണ്ടയോ? സഹ്ലേ നിങ്ങൾക്ക് അല്ലാഹുവിനെ ഓർമ്മ വരണ്ടയോ? സഹ്ലേ പറഞ്ഞു, കൈഫ അദ്കുറു, എങ്ങനെയാ ഞാൻ അല്ലാഹുവിനെ ഓർക്കുന്നത്? 3 വയസ്സുള്ള കുട്ടിയാണ് ഈ മറുപടി പറയുന്നത്. നിസ്കരിക്കുമ്പോ കുട്ടിക്ക് നിസ്കരിക്കാൻ അറിയില്ല, പക്ഷെ എഴുന്നേറ്റിരിക്കാവാ. അമ്മാവൻ നിസ്കരിക്കുന്നത് കാണാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. 3 വയസ്സുള്ളപ്പോ തുടങ്ങിയതാണ്. പാതിരാത്രി നിസ്കാരം, ഇശാവും മഗ്രിബൊന്നുമല്ല, രാത്രിയിലെ ഉറക്കത്തിന് എഴുന്നേറ്റുള്ള നിസ്കാരമാണ്. എന്നോട് പറഞ്ഞു, മോനെ സഹ്ലേ, നിങ്ങൾക്ക് പറഞ്ഞുകൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു മഈ, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു എന്റെ കൂടെയുണ്ട്, അല്ലാഹു എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലാഹു എന്റെ സാക്ഷിയാണ്, അല്ലാഹു ഞാൻ എന്ത് ചെയ്യുന്നുണ്ടോ അതിന്റെയൊക്കെ സാക്ഷി അല്ലാഹുവാണ്. ഇത് മോനെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞോളൂ. ഫീ തഖല്ലുബിക ഫീ സിയാബിക, മോൻ അവിടെ കടന്ന് ഉരുണ്ട് മറിഞ്ഞ് വസ്ത്രത്തിൽ കളിക്കുമ്പോ ഹൃദയത്തിൽ ഇങ്ങനെ പറയണം, സഹ്ലേ അല്ലാഹു മഈ, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി. ഇത് മോനെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞൂടെ? ഞാനത് പറയാൻ തുടങ്ങിയപ്പോൾ എന്റെ അമ്മാവനോട് പറഞ്ഞു, സഹ്ലേ അത് നിങ്ങൾക്കിനി നാവുകൊണ്ട് പറയാൻ നേരമായില്ലേ? പറഞ്ഞോളൂ, അല്ലാഹു മഈ, അല്ലാഹു എന്റെ കൂടെയുണ്ട്, അല്ലാഹു നാദിരി, അല്ലാഹു എന്നെ നോക്കുന്നുണ്ട്, അല്ലാഹു ഷാഹിദി, അല്ലാഹു എന്റെ സാക്ഷിയാണ്. ഇത് മനസ്സുകൊണ്ട് പറഞ്ഞു നടന്നിരുന്ന സഹ്ലേ ഇനി നാവുകൊണ്ട് പറയണം. എന്നോട് പറയാൻ പറഞ്ഞു, ഫീ കുല്ലി ലൈലത്തിൻ 3 മർറാത്ത്, എല്ലാ രാത്രിയിലും ഒരു 3 പ്രാവശ്യം മോന് പറഞ്ഞൂടെ? കുട്ടിക്ക് 4 വയസ്സായിട്ടുണ്ടപ്പോഴേക്കും എല്ലാ രാത്രിയിലും എഴുന്നേറ്റ് നിന്ന് പറയും 3 പ്രാവശ്യം, അല്ലാഹു മഈ, അല്ലാഹു എന്റെ കൂടെയുണ്ട്, അല്ലാഹു നാദിരി, അല്ലാഹു എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലാഹു ഷാഹിദി, അല്ലാഹു എന്റെ സാക്ഷിയാണ്, അല്ലാഹു എന്റെ കൂടെയുണ്ട്. ഓർക്കണം മുഅ്മിനേ, സത്യവിശ്വാസി ചെറുപ്പക്കാരികളെ, എപ്പോഴും ഓർത്തോളൂ, നിങ്ങളുടെ വാപ്പയെ മറച്ചു വെച്ച് നിങ്ങൾക്ക് പല കളിയും കളിക്കാൻ പറ്റിയേക്കും, ഉമ്മയെ മറച്ചു വെച്ച് പല കളിയും കളിക്കാൻ പറ്റിയേക്കും. തഹജ്ജുദ് നിസ്കരിക്കാനാണെന്ന പേര് പറഞ്ഞ് ഉമ്മയിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങി പാതിരാ നേരത്ത് തന്റെ കാമുകനെ മിസ്കോൾ അടിക്കുന്ന പെൺകുട്ടി, നീ പറയണം, അല്ലാഹു മഈ, അല്ലാഹു എന്റെ കൂടെയുണ്ട്, അല്ലാഹു നാദിരി, താഴെ ബെഡ്റൂമിലോ മറ്റെവിടെയോ കിടക്കുന്ന എന്റെ വാപ്പയോ ഉമ്മയോ എന്നെ കണ്ടില്ലെങ്കിൽ പോലും അല്ലാഹു എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലാഹു ഷാഹിദി,
നീ ചെയ്യുന്ന സർവ്വ തോന്നിവാസമാണെങ്കിൽ അത് നന്മയാണെങ്കിൽ നന്മ, അതിന് സാക്ഷി അല്ലാഹു ആണെന്ന് പറയണം സഹലേ സഹലേ എന്ന് സഹ്ലു ഇബ്നു അബ്ദില്ലാഹി തുസ്തരി റഹിമഹുല്ലാഹയുടെ അമ്മാവൻ പഠിപ്പിച്ചു കൊടുത്തു. സഹലേ, ഇനി എല്ലാ രാത്രിയിലും ഇത് 7 പ്രാവശ്യം പറയണം. 7 പ്രാവശ്യം ഈ കുട്ടിയെ പഠിപ്പിക്കുക. ഇതാണ് തർബിയത്ത്. മക്കളെ പഠിപ്പിക്കണം. മുഅ്മിനെ, മക്കളെ വളർത്തണം. മക്കൾ ഇങ്ങനെ വളരാണെന്ന്, ഷവർമ തിന്ന് വളരാൻ, അല്ലെ, KFC ഒക്കെ തിന്നിങ്ങനെ വളരാൻ. മക്കളെ വളർത്തുന്നുണ്ടോ വാപ്പമാർ? ഉമ്മമാരെ വളർത്തിയിട്ടുണ്ടോ? കുട്ടികൾക്കെന്താ പൈസ അങ്ങനെ അയച്ചു കൊടുക്കുന്നു. മദ്രസ 2ാം ക്ലാസ് എത്തിയപ്പോഴേക്കും കുഞ്ഞിന്റെ കയ്യിൽ ഫോൺ കൊടുത്തു, അല്ലേ? അപ്പോഴേക്കും ഐപാഡ് വന്നു, ഐഫോൺ വന്നു, അല്ലെ? എന്തെല്ലാം സംവിധാനങ്ങൾ, ലാപ്ടോപ്പുകൾ മേടിച്ചു കൊടുത്തു. എന്ത് വേണോ എല്ലാം മേടിച്ചു കൊടുത്ത വാപ്പാ, നീ ചെയ്തത് തർബിയത്തല്ല. ഇതൊരു വേലക്കാരിക്ക് ചെയ്യാൻ പറ്റുന്ന വിഷയമാണ്. ഉമ്മ നിന്റെ കുഞ്ഞിനെ ഇഷ്ടമുള്ള മനോഹരമായ വസ്ത്രങ്ങൾ, ടെക്സ്റ്റൈൽസ് മുഴുവനും കയറിറങ്ങി മേടിച്ചു കൊടുത്തത് നീ ചെയ്ത തർബിയത്തല്ല പെണ്ണേ. അതല്ല മക്കളെ വളർത്തുക എന്ന് പറഞ്ഞാൽ. മക്കൾക്ക് മനോഹരമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത് തർബിയത്തല്ല. അത് വേലക്കാരനും വേലക്കാരിക്കും റെസ്റ്റോറന്റുകാരന് ചെയ്യാൻ പറ്റുന്ന പണിയാണ്. തെറ്റുകൾ സംഭവിക്കുമ്പോൾ ഇത് തെറ്റാണ് മോനെ, ചെയ്യല്ലേ എന്ന് പഠിപ്പിച്ചോ? നന്മകൾ ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടോ? ഇതൊരു വാപ്പയും ഉമ്മയും ചെയ്തില്ലെങ്കിൽ ഈ കുറ്റത്തിന്റെ പരിഹാരം, ഈ കുറ്റത്തിന് എങ്ങനെയാണ് അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയാ? മക്കളെ വളർത്തണ്ടേ? മക്കൾക്ക് തർബിയത്ത് ചെയ്തിട്ടുണ്ടോ? ഇന്നതാണ് നന്മ, ഇന്നതാണ് തിന്മയെന്ന് മക്കളെ പഠിപ്പിച്ചു കൊടുത്ത് 15 വയസ്സ് വരെ പഠിപ്പിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. 15 വയസ്സ് കഴിഞ്ഞിട്ട് മക്കൾ പിഴച്ചുപോയാൽ അവരും അല്ലാഹുവും തമ്മിലാണ്. 15 പോലും വേണ്ട. നമ്മുടെ സ്കൂളുകളിൽ 10th 9th കഴിഞ്ഞ മക്കള് +1 +2 കഴിഞ്ഞാൽ അവരും അല്ലാഹുവും തമ്മിലാണ് പിന്നെ പ്രശ്നം. വാപ്പയോട് പിന്നെ ചോദ്യമില്ല. 11 വരെ ഈ മക്കൾക്ക് ബോധമാകുന്നവരെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വാപ്പാ ഉമ്മ നിനക്ക് സുരക്ഷിതമായി കിടന്നുറങ്ങാം. നിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞു. അത് ചെയ്യാത്ത വാപ്പയോടാണ് ഞാൻ പറയുന്നത്, അത് ചെയ്യാത്ത ഉമ്മയോടാണ് പറയുന്നത്. എന്ത് തർബിയത്താണ് നമ്മളെ മക്കൾക്ക് കൊടുത്തത്? ഉറങ്ങാൻ മനോഹരമായ ബെഡ് മേടിച്ചു കൊടുത്തതോ? മനോഹരമായ കംഫർട്ട് മേടിച്ചു കൊടുത്തതോ? കമ്മ്യൂണിക്കേഷന് ആവശ്യമായ ഡിവൈസുകൾ വാങ്ങിച്ചു കൊടുത്തതോ? ഇതാണോ തർബിയത്ത്? അതിന്റെ പേരിൽ ഈ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നാണക്കേടുകൾ എത്രയാണ്! എവിടെയാണ് ഇതൊക്കെ കൊണ്ടുപോയി വെക്കുക? ഈ പാപഭാരം, അപമാനത്തിന്റെ കഥകൾ, സങ്കടപ്പെടുത്തുന്ന കഥകൾ, ചീഞ്ഞുനാറുന്ന കഥകൾ ആരോട് ചെന്ന് പറയണം? ആരാണ് ഇതിന് ഉത്തരവാദികൾ? സഹലേ, നിങ്ങൾ ഓരോ രാത്രിയിലും 7 പ്രാവശ്യം പറയണേ. അല്ലാഹു മഈ, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദീൻ. ഞാൻ 7 പ്രാവശ്യം പറയാൻ തുടങ്ങി. എന്നിട്ട് എന്റെ അമ്മാവനോട് ചെന്ന് പറഞ്ഞു കൊടുത്തു, അമ്മാവാ ഞാനിത് പറയാൻ തുടങ്ങിയിട്ടുണ്ട് 7 പ്രാവശ്യം. എന്നിട്ട് എന്നോട് പറഞ്ഞു, യാ സഹലേ ഖുൽ ഫീ കുല്ലി ലൈലത്തിൻ 11 മറ. ഇനി എല്ലാ രാത്രിയിലും 11 പ്രാവശ്യം പറഞ്ഞൂടെ ഈ വാക്കുകൾ? അല്ലാഹു മഈ, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദീ. ഈ മെസ്സേജ് നിങ്ങൾക്ക് കിട്ടണം. ഇത് ഖൽബിലേക്ക് കയറണം. എന്നിട്ട് ജീവിതത്തിന്റെ പ്രവർത്തനത്തിൽ അത് കാണാൻ പറ്റണം. അപ്പോഴാ ഒരു ഇൽമു നാഫിഅ എന്ന് പറയാം. അല്ലാഹു ഉപകാരപ്പെടുത്തി എന്ന് പറഞ്ഞ ഇൽമ അതാണ്. അല്ലാതെ കുറെ പഠിക്കാനൊക്കെ അറിയാത്തത്, കുറെ വായിച്ചുണ്ടാക്കിയാൽ പഠിക്കാൻ പറ്റൂലേ? കുറെ വായിച്ചാൽ അത് പറയാൻ പറ്റൂലേ? അതല്ലല്ലോ ഇൽമ. ഉപകാരപ്പെടണം, ജീവിതത്തിൽ മാറ്റം വരണം. 11 പ്രാവശ്യം പറയാൻ തുടങ്ങിയപ്പോ എന്റെ അമ്മാവനോട് ഞാൻ പറഞ്ഞു, മഹാനായ മുഹമ്മദ് ബിൻ സിവാർ, ഞാൻ 11 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ രാത്രിയിലും. ആ കുട്ടിക്കപ്പോൾ 6 വയസ്സാണ്. 6 വയസ്സുള്ളപ്പോൾ 11 പ്രാവശ്യം പറയാൻ തുടങ്ങി. എന്റെ ഹൃദയത്തിന് പിന്നെ ഒരു മാധുര്യം വരാൻ തുടങ്ങിയത് പറയാതെ ഉറക്കം വരാതെയായി. എന്റെ ഹൃദയത്തിൽ ഒരു മധുരം വന്നു തുടങ്ങി. നിരന്തരമായി പറയുമ്പോൾ ഒരു മധുരം വരാനുണ്ട്. അല്ലാഹുവിനോട് ബോധത്തോടുകൂടെ പറയുമ്പോൾ ഒരു മധുരം വരാനുണ്ട്. എന്റെ ഹൃദയത്തിൽ ഒരു മധുരം വരാൻ തുടങ്ങി. ഞാനത് സ്നേഹത്തോടെ പറയാൻ തുടങ്ങി. അല്ലാഹു മഈ, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദീ. മധുരം വരാൻ തുടങ്ങി. ഈ മധുരമാണ് നമുക്ക് ലഭിക്കാതെ പോയത്.
ഈമാനിന്റെ മധുരം അനുഭവിച്ചിട്ടുണ്ട്. മൻ റദിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യാ. ഈമാനിന്റെ മധുരം അറിഞ്ഞവർ ഇവരാണ്. മൻ റദിയ ബില്ലാഹി റബ്ബൻ, അല്ലാഹു എന്റെ റബ്ബാണെന്ന് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, എനിക്കത് പൊരുത്താണ്, എനിക്കത് ഇഷ്ടമാണ്. അല്ലാഹു അല്ലേ എന്റെ റബ്ബ്, എനിക്കത് ഇഷ്ടമാണ്. ഹൃദയത്തേക്ക് അത് വന്നോ? എനിക്ക് അള്ളാഹിനെ ഇഷ്ടമാണ്. നമ്മൾ ആകെ അള്ളാഹിനെ പേടിച്ചടക്കുകയാണ്. പേടിച്ച് പള്ളിക്ക് പോലും കയറുന്നില്ല ചില ചെറുപ്പക്കാർ. എന്ത് അള്ളാഹിനെ പേടിച്ചിട്ട് കയറാൻ വയ്യ പള്ളിക്ക്. അള്ളാഹുവിനോട് സ്നേഹം തോന്നിയോ നമുക്ക്? ഇങ്ങനെ പറഞ്ഞ് എനിക്ക് ബുദ്ധി തന്ന അള്ളാഹു. ഇതൊന്നും പൊട്ടിമുളച്ചല്ലോ, ഒരു സയൻസും പറയുന്നില്ലല്ലോ. അത് ഇവല്യൂഷൻ ഉണ്ടായി എന്ന് പറയുന്ന ചാൾസ് ഡാർവിൻ പോലും ഈ ഇവല്യൂഷൻ ആവണമെങ്കിൽ അതിന്റെ ബേസിക് സ്ട്രക്ചർ ആരുണ്ടാക്കി, എവിടെ നിന്ന് കിട്ടി? അങ്ങനത്തെ റബ്ബിൻക്ക് നന്ദി പറയണ്ടേ? എനിക്ക് അള്ളാഹിനെ ഇഷ്ടമാണ്, എനിക്ക് അള്ളാഹിനോട് സ്നേഹമാണ്. റോട്ടിൽ കാണുന്ന പെണ്ണുങ്ങളോട് കമന്റ് അടിക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും അള്ളാഹുവേ എന്റെ ഇഷ്ടം നിന്നോടാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്റെ ചെറുപ്പക്കാരി, എന്റെ ചെറുപ്പക്കാരെ, എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ട് പടച്ചവനെ. നമ്മൾ ലവ് അഫെയറൊക്കെ എന്താ സോഫ്റ്റ് കോർണറും കഥകളൊക്കെ അങ്ങനെ ഫോർവേഡ് ചെയ്തിട്ടും മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ടും കിട്ടുക, ഫോർവേഡ് ചെയ്യുക, അങ്ങനത്തെ മെസ്സേജ് ചെയ്യുക, കമന്റ് അടിക്കുക. الرجل ليتكلم بالكلمة من سخط الله لا يلقي لها بالا يهوي بها 70 خريفا في قعر جهنم شفيعنا رسول الله. നിങ്ങൾ ലെവലേശം മൈൻഡ് ചെയ്യാതെ പറയുന്ന ചില വാക്കുകളുണ്ട്. മൈൻഡ് ചെയ്യാതെ പറയുന്നത് മിൻ സഖത്തില്ലാഹ്, അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത വാക്കുകളാണ്. അങ്ങനത്തെ ചില വാക്കുകൾ നിങ്ങൾ ലെവലേശം മൈൻഡ് പോലും ചെയ്യാതെ, ലാ യുൽഖി ലഹാ ബാലൻ, യു നെവർ മൈൻഡ് ഇറ്റ്, നിങ്ങൾ ഒരിക്കലും ഇത് അത്ര സീരിയസ് ആയിട്ട് ആലോചിച്ചിട്ടേ ഇല്ല. അങ്ങനത്തെ ഒരു വാക്കിന്റെ പേരിൽ നരകത്തിന്റെ ആഴമുള്ള ആഴങ്ങളിലേക്ക് 70ഓളം വർഷം അതുകൊണ്ട് മനുഷ്യൻ വീണുകൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. 70 വർഷം എടുക്കും ആഴത്തിലെത്താൻ. കാരണം എന്തേ? പറഞ്ഞു പോയ ചില വാക്കുകൾ, ആ വാക്ക് മൈൻഡ് ചെയ്യാതെ പറഞ്ഞതാണ്, ആലോചിക്കാതെ പറ. അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത വാക്ക് പറയുന്നത്. സ്നേഹം അള്ളാഹുവിനോടാണെന്ന് പറയാൻ തോന്നിയോ? മുസ്ലിമാകുന്നത് എനിക്ക് അഭിമാനമാണ്, എനിക്കത് ഇഷ്ടമാണ്. പർദ്ദ ധരിച്ചു പോകുന്നത്, മഫ്ത ധരിക്കുന്നത്, മുഖം മറക്കുന്നത്, അച്ചടക്കത്തോടെ പെണ്ണ് ജീവിക്കുന്നത്, ഭർത്താവിന് വേണ്ടിയല്ല നീ ഇത് ചെയ്യുന്നത്, അല്ലാഹുവിന് വേണ്ടി ചെയ്യ്. വാപ്പ പറഞ്ഞു, ഉമ്മ പറഞ്ഞു, അതിന്റെ പേരിൽ ചെയ്യേണ്ട മോളെ, കൊണ്ട് കാര്യം കിട്ടുന്നില്ല, നീ അനുസരിച്ചോ, അനുസരണത്തിന്റെ കൂലി കിട്ടും. പക്ഷേ അത് നിനക്ക് മധുരമാകുന്നത് നീ അല്ലാഹ് പറഞ്ഞത് കേട്ട് ചെയ്യുമ്പോഴാണ്. എന്റെ റബ്ബനോട് പറഞ്ഞുവല്ലോ, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ, അവരവരുടെ വസ്ത്രങ്ങൾ താഴ്ത്തണം, നെഞ്ചിലൂടെ താഴ്ത്തണം. മുഖം മറക്കുന്ന വസ്ത്രം കൊണ്ട് നെഞ്ചുവരെ താഴ്ത്തണമെന്ന് പറഞ്ഞുവല്ലോ. ഞാൻ അങ്ങനെ നടക്കുന്നത് എന്റെ റബ്ബനോട് പറഞ്ഞത് കൊണ്ടാണെന്നൊരു പെണ്ണ് ചിന്തിച്ചാൽ, നീ ധരിക്കുന്ന പർദ്ദ ഇബാദത്തിന്റെ പർദ്ദയാണ്. ഹറാമായ ബിസിനസ്സുകളും ഹറാമായി പൈസ സമ്പാദിക്കാൻ എത്രയോ മാർഗങ്ങൾ ഉണ്ടായിരിക്കെ എന്റെ റബ്ബിന് പലിശയുടെ ഏർപ്പാടുകൾ ഇഷ്ടമല്ലല്ലോ എന്ന് വിചാരിച്ച് മാറ്റിവെച്ചാൽ അത് അല്ലാഹുവിനോടുള്ള സ്നേഹം കൊണ്ടുള്ള ത്യാഗമാണ്, അത് അല്ലാഹുവിന് പൊരുത്തമാണ്. അങ്ങനത്തെ ആളിന്റെ നിസ്കാരത്തിന് മധുരമുണ്ട്, നോമ്പിന് മധുരമുണ്ട്, സ്വലാത്തിന് മധുരമുണ്ട്, ജുമുഅക്ക് വന്നിരിക്കുമ്പോൾ മധുരമുണ്ട്. ഖുത്ബ ഓതുന്ന മിമ്പറിൽ പറയുന്ന ഒന്നും തിരിഞ്ഞില്ലെങ്കിലും അത് ഇബാദത്തും ദിക്റുമാണെന്ന് മനസ്സിലാക്കിയാൽ പോലും അവരുടെ ഹൃദയത്തിന് ആനന്ദമുണ്ട്. എപ്പോ? എന്റെ ഇസ്ലാം എനിക്ക് പൊരുത്തമാണ്. അങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത്? അങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത്? അല്ലാഹു പറഞ്ഞത് എനിക്ക് ഇഷ്ടമായി. വബിമുഹമ്മദിൻ നബിയ്യാ, എന്റെ റസൂലാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയായി പറഞ്ഞയച്ചത് എനിക്ക് പൊരുത്തമായി. അല്ലാഹ് മൻ റളിയ ബില്ലാഹി റബ്ബൻ, എനിക്കത് പൊരുത്തമായി, എനിക്ക് ഇഷ്ടമായി. മതി മതി മതി, ഇനി വേറെ ആരും പറയണ്ട. എന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടോ? ഞാനതുപോലെ ജീവിക്കാൻ ഒരുക്കമാണ്.
എന്റെ റസൂലിന്റെ കൽപ്പനയാണോ ഞാൻ റെഡി എന്ന് പറയുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ ഈമാനിന്റെ മധുരം നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. അങ്ങനത്തെവർക്കേ മധുരമറിയൂ, അല്ലാത്തത് കോലം കെട്ടി നടക്കലാണ്. മഹാനായ സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ തന്റെ അമ്മാവനുമായുള്ള ഡിസ്കഷൻ 11 പ്രാവശ്യം പറയാൻ പറഞ്ഞപ്പോ എനിക്കൊരു മധുരം വന്നു തുടങ്ങി, ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് മധുരം വന്നു. എനിക്ക് അള്ളാഹുവിനോട് ഇഷ്ടം തോന്നി തുടങ്ങി. അവൻ എന്റെ കൂടെ ഉണ്ടല്ലോ, ഇനി എനിക്ക് പേടിക്കണ്ട. അങ്ങനെയായി. 1 വർഷം കഴിഞ്ഞപ്പോൾ ഫഖാല ലീ ഖാലി, എന്റെ അമ്മാവൻ എന്നോട് പറഞ്ഞു, മുഹമ്മദ് ഇബ്നു സിവാർ റഹിമഹുല്ലാഹ്, ഇഹ്ഫദു മാ അല്ലംതുക, മോനെ 8 വയസ്സായ മോനോടായി പറഞ്ഞത്, ഞാൻ ഈ പറഞ്ഞത് മോൻ മറക്കരുത്. ഈ കുട്ടിയാണ് ലോകം കണ്ട പ്രഗത്ഭനായ ആലിമായി പുറത്തു വന്നത്, സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു. ഇഹ്ഫദ് മാ അല്ലംതുക, ഞാൻ ഈ പഠിപ്പിച്ചത് മറക്കാതെ കൊണ്ടു നടന്നു. വജും അലൈഹി, അത് നിലനിർത്തി കൊണ്ടുപോയിക്കോ. ഇലാ അൻ തദ്ഖുലൽ ഖബ്റ, ഖബറിന്റെ ഉള്ളിലേക്ക് നീ പോയി കിടക്കണവരെ ഇത് മറക്കരുത് കേട്ടോ മോനെ. ആരോടായി പറഞ്ഞത്? 8 വയസ്സുള്ള കുട്ടിയോട്. മറക്കല്ലേ, ഞാൻ ഈ പഠിപ്പിച്ചത് ഇനി മറന്നു പോകല്ലേ. ഇനി മരണം വരേക്കും ഖബറിലേക്ക് മോൻ പ്രവേശിക്കുന്നത് വരെ അല്ലാഹു മഈ, അല്ലാഹു എന്റെ കൂടെയുണ്ട്. അല്ലാഹു നാദിരി, അല്ലാഹു എന്നെ നോക്കുന്നുണ്ട്. അല്ലാഹു ഷാഹിദി, അല്ലാഹു എന്റെ കർമ്മങ്ങൾക്ക് സാക്ഷിയാണെന്ന് ചിന്തിച്ച് ജീവിക്കണം സഹ്ലേ. വയസ്സ് 7 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഏതാനും വർഷങ്ങൾ അത് ചൊല്ലിക്കഴിഞ്ഞപ്പോ എന്റെ ആത്മാവിനത് മധുരമായി തോന്നി തുടങ്ങി. ആദ്യം മധുരിച്ചത് ഹൃദയത്തിന്, അത് മാറി ഹൃദയത്തിന്റെ സ്റ്റേജിൽ നിന്ന് വീണ്ടും മുന്നോട്ട് ഫീ സിർരി, എന്റെ ആത്മാവിന്. ഖദ്ദസല്ലാഹു സിർറഹ്, ആ സിറിന്റെ അർത്ഥം റൂഹന. എന്റെ റൂഹിന് മധുരം വരാൻ തുടങ്ങി, എന്റെ റൂഹിന് മധുരം കിട്ടാൻ തുടങ്ങി. അല്ലാഹു മഈ, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി. നിന്റെ മൊബൈലുകളിൽ ഏതെങ്കിലും ഒരന്യ പെണ്ണിന്റെ ചെറുപോട്ടെ മെസ്സേജ് കാണുമ്പോഴേക്കും അല്ലാഹു മഈ, ഈ ടെക്സ്റ്റ് അടിക്കുമ്പോൾ അല്ലാഹു എന്റെ കൂടെയുണ്ട്. ഒരു ഹറാമായ പിക്ചർ കാണുമ്പോ നിനക്ക് കാണൽ അനുവദിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരന്യ പെണ്ണിന്റെ ഫോട്ടോ നിന്റെ മൊബൈലിലൂടെ ആരെങ്കിലും പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു നാദിരി, ഞാൻ ഇതിലേക്ക് നോക്കുന്നതിന്റെ മുമ്പ് അല്ലാഹു എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഞാൻ ആർക്കെങ്കിലും ഫോർവേഡ് ചെയ്താൽ അല്ലാഹു ഷാഹിദി, ഏതെങ്കിലും ഒരു അനോണിമസ് നമ്പർ എന്ന് വിട്ടു എന്ന് വിചാരിക്കുക, അല്ലാഹു ഷാഹിദി. ആളറിയാത്ത പൊട്ടംകളി അള്ളാഹുവിന് മുമ്പ് പറ്റോ? അല്ലാഹു ഷാഹിദി, എന്റെ ഈ കർമ്മത്തിന് അള്ളാഹു സാക്ഷിയാണെന്ന മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന ചെറുപ്പക്കാരാ, മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന പെൺകുട്ടി, എങ്ങനെയാണ് നിങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ പറ്റുക? അതല്ലേ ഓടിപ്പോവല്. എങ്ങനെ തെറ്റ് ചെയ്യാൻ പറ്റും? ദും അലൈഹി, ഇനി മറക്കണ്ട സഹ്ലേ എന്ന് 8 വയസ്സുള്ള സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തങ്ങളോട് ഞാനിതിങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ എന്റെ ആത്മാവിനത് മധുരം തന്നു, എന്റെ റൂഹിന് മധുരമായി തുടങ്ങി. റൂഹിന് മധുരം വരും. രാവിലെ നാസ്ത കഴിക്കുന്ന ചെറുപ്പക്കാരാ, നീ സുബ്ഹി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ആത്മാവിന് മധുരം കിട്ടിയിട്ടില്ല. അൽ ബത്നു വൽ ഫർജ്, അന്ത്യനാളടുക്കുമ്പോൾ മനുഷ്യന്റെ ആകെയുള്ള 2 മേജർ കൺസേൺസ്. മനുഷ്യന്റെ ചിന്ത വയറ്, അവന്റെ ഗുഹ്യസ്ഥാനം. വ്യഭിചരിക്കണം, ഭക്ഷണം കഴിക്കണം, ഇതല്ലാതെ മറ്റു ചർച്ചകളില്ല, അതല്ലാത്ത തമാശകളില്ല. ഇങ്ങനത്തെ ഒരു കാലം വരുന്നത് അന്ത്യനാളിനെ വിളിച്ചറിയിക്കുന്നുവെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ പുലർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു മഈ, ഹൃദയത്തിന് മധുരം കിട്ടുന്ന നിസ്കാരങ്ങളാകുന്നത് അപ്പോഴാണ്. ഉച്ചക്ക് നീ ചോറ് കഴിച്ചിട്ടുണ്ട്, ആഴ്ചയിൽ ഒരു ജുമുഅയല്ലാതെ അള്ളാന്റെ പള്ളിയിലേക്ക് നീ പോയിട്ടില്ലെങ്കിൽ, നീ വെർട്ടിക്കലായി വന്നിട്ടില്ലെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് അള്ളാന്റെ പള്ളിയിലേക്ക് വരുമെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ലെ, നടന്നിട്ട് നീ അള്ളാന്റെ പള്ളിയിലേക്ക് വന്നില്ലെങ്കിൽ നിന്നെ കിടത്തിയിട്ട് കൊണ്ടുപോകും പള്ളിയിലേക്ക്. സ്കൂളിൽ പോകുന്ന സമയത്ത് നിസ്കാരമില്ല, ദുഹറില്ല, അശറില്ല, മഗ്രിബില്ല. ഇങ്ങനത്തെ മക്കളുടെ തലയിൽ വേണ്ടാത്തരം വന്നില്ലെങ്കിലല്ലേ അത്ഭുതം. ഉച്ചക്ക് ലഞ്ച് കഴിക്കുന്നുണ്ടല്ലോ ഈ മക്കൾ, ഉച്ചക്ക് ഭക്ഷണം പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ ഉമ്മമാർ. ഉമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മോനെ മോളെ നിസ്കരിക്കണം കേട്ടോ, നിസ്കാരം കളാക്കല്ല.
ഉച്ചഭക്ഷണം കഴിച്ച് ദുഹർ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിന്റെ വയറേ നിറഞ്ഞിട്ടുള്ളൂ, ആത്മാവ് നിറഞ്ഞിട്ടില്ല. എവിടെയോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. ആ കുഴപ്പമാണ് കർമ്മമായി വരുന്നത്, ആ കുഴപ്പമാണ് വ്യഭിചാരമാകുന്നത്, ആ കുഴപ്പമാണ് കൊലപാതകമായി മാറുന്നത്. സ്കൂൾ വിട്ട് വരുമ്പോ കൊലപാതകം നടക്കുന്നത് എങ്ങനെ? നിസ്കരിക്കാത്ത മക്കളുടെ മനസ്സിൽ ഇത് വരും, ഉറപ്പല്ലേ? പിശാചല്ലേ പിന്നെ ഹൃദയത്തിൽ കിടക്കുന്നത്. ഒരു സമൂഹത്തിന്റെ തെറ്റ് ആരും ന്യായീകരിക്കൽ. തെറ്റ് തെറ്റാണ്, തെറ്റുകൾ തെറ്റാണ്, ആര് ചെയ്താലും തെറ്റാണ്. തെറ്റ് തിരുത്താനും പാഠം പഠിക്കാനും നമുക്ക് ബോധം വരണം. അവിടെ ആ വിഷയം. തെറ്റ് മനുഷ്യന്മാർ ചെയ്തേക്കും, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. പാഠം പഠിക്കണം, ഇത് ആവർത്തിക്കരുത്, ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കരുത് നമ്മുടെ മക്കളിൽ. നമ്മുടെ കാഞ്ഞങ്ങാട് സ്കൂളിന് മാത്രമല്ല, കേരളത്തിൽ ലോക മുസ്ലിം എവിടെ ഉണ്ടോ നമ്മുടെ മക്കളിൽ കൊലപാതകം ഉണ്ടാകരുത്, നമ്മുടെ മക്കളിൽ വ്യഭിചാരം വരരുത്. നമ്മുടെ മക്കൾ റോഡിലൂടെ നടക്കുന്ന പെണ്ണുങ്ങളെ കമന്റ് അടിക്കുന്ന മക്കളായി മാറില്ല, അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നവരാകും, അല്ലേ? നിസ്കരിക്കാത്തവന്റെ മനസ്സിൽ ഇതൊക്കെ വരും, ഉറപ്പാണ്. വൈകുന്നേരം പോയി ചായ കുടിച്ചു, നീ സ്നാക്ക് കഴിച്ചു, അസ്ർ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ആത്മാവിന് സന്തോഷം കിട്ടിയിട്ടില്ല. മഗ്രിബ് നിസ്കാരം നിസ്കരിച്ചിട്ടില്ല, സീരിയൽ വയറ് നിറച്ച് കണ്ടു, അല്ലേ? വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു, ഇഷ്ടമുള്ള സിനിമകൾ മാറി മാറി കണ്ടു, എന്നിട്ട് പോയി കിടന്നുറങ്ങുക. ജീവ ശവം കിടക്കണ പോലെ പോയി കിടക്കുന്ന ഈ ശരീരത്തിൽ ആത്മാവില്ലേ? ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, ആത്മാവ് എന്റെ റബ്ബിന്റെ പ്രധാനപ്പെട്ട സൃഷ്ടിയല്ലേ? ആ ആത്മാവിനെ അല്ലാഹ് കൊണ്ടുപോകുമ്പോഴല്ലേ മരിച്ചു എന്ന് പറയുന്നത്. ആത്മാവിന് എന്ത് ഭക്ഷണം കൊടുത്തു? ഒന്നും കൊടുത്തിട്ടില്ല. കൊടുത്തതൊക്കെ ശരീരത്തിന്. ഇവിടെയാണ് പ്രശ്നം. മനുഷ്യൻ വെറും ശരീരമാണെങ്കിൽ മയ്യിത്ത് എന്നാ പറയാ. മനുഷ്യന് റൂഹുണ്ടല്ലോ, ഈ റൂഹിനെ സാറ്റിസ്ഫൈ ചെയ്തോ? ഇവിടെയാണ് വിഷയം. റൂഹിന് കിട്ടേണ്ടത് അല്ലാഹുമായുള്ള ബന്ധമാണ്, റൂഹിന് കിട്ടേണ്ടത് അല്ലാഹുമായുള്ള ബന്ധമാണ്. ആ ബന്ധം നമ്മൾ കൊടുത്തില്ലെങ്കിൽ പിശാച് നമ്മുടെ ശരീരത്തെ തട്ടിയെടുക്കുകയാണ്. ഫവജത്തു ലഹാ ഹലാവതൻ ഫീ സിർരി. 8 വയസ്സുള്ള സഹ്ലു ഇബ്നു അബ്ദുല്ലാഹി ജീവിതത്തിൽ ഒരുപാട് കാലം അല്ലാഹു മഈ, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ എന്റെ ആത്മാവിനത് മധുരമായി തോന്നി തുടങ്ങി. ആത്മാവിന് മധുരമായി. എന്നിട്ട് എന്റെ അമ്മാവൻ എന്നോടൊരിക്കൽ പറഞ്ഞു, മഹാനായ മുഹമ്മദ് ഇബ്നു സിവാർ എങ്ങനെയാണ് സഹ്ലു ഇബ്നു അബ്ദുല്ലാഹി തുസ്തരിയെ വളർത്തിക്കൊണ്ടുവന്നത്. എന്റെ അമ്മാവൻ എന്നോട് പറഞ്ഞു, മോനെ യാ സഹ്ലു, അല്ലയോ സഹ്ലേ. നല്ല പേരാണ് സഹൽ, എളുപ്പമായവൻ. സുഹൈൽ, ഒരു കൊച്ചു സഹൽ എന്നതിനർത്ഥം. സഹൽ, സുഹൈൽ, ഹസൻ, ഹുസൈൻ, സഹൽ. യാ സഹ്ലു. സ്വാബ് എന്ന് പറഞ്ഞ നേരെ ഓപ്പോസിറ്റ്, ഭയങ്കര കഠിനമുള്ള ആള്. സ്വാബ് എന്ന പേരുള്ള ഒരു സ്വഹാബി വന്നപ്പോഴാണ് ആ പേര് നന്നായില്ല, പേര് ഞാൻ മാറ്റിയിടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനത് സഹലാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് സഅബ് പറഞ്ഞത്, നബിയേ എന്റെ വാപ്പട്ട പേര് നിങ്ങളായിട്ട് മാറ്റല്ലിൻ. അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ജീവിതത്തിൽ പ്രയാസം നീങ്ങി പോയിട്ടില്ല എന്നായി മനുഷ്യന്. പേരിൽ വലതുരിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, സഹിലാക്കി മാറ്റാൻ നോക്കിയപ്പോൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. സ്വാബ് എന്ന് പറഞ്ഞ കഠിന. ചില മനുഷ്യന്മാർ മൂത്ത് നോക്കിയാൽ മനസ്സിലാവില്ലേ, കഠിന. ആരോടോ ദേഷ്യമുള്ള പോലെ, ആരോടൊക്കെയോ പക വിട്ടാനുള്ള ചില നോട്ടങ്ങളും മുഖം കണ്ടാൽ മനസ്സിലാവും പാർട്ടി എന്താണെന്ന്. സുബ്ഹാനല്ലാഹ്. കുഫറും നിഫാഖും ഒക്കെ തിരിയും മുഖത്ത് നോക്കിയാൽ. സ്വാബ് മുസ്ലിം സഹലാണ്, എളുപ്പമാവണം. ആശ്വാസിക്ക്, ശ്വാസം പിടിച്ച് നടക്കല്ല, ശ്വാസക്കൊന്ന് താഴ്ത്ത്. മരിച്ചു പോകേണ്ട തടിയ. ആരോടായി ദേഷ്യം, ആരോടായി വൈരാഗ്യം, ആരെ പകരം വിട്ടാനാണ് നീ നടക്കണത്? ഒന്ന് ശ്വാസം വിട്, ശ്വാസം പിടിച്ച് നടക്കല്ല, സഹലായിട്ട് ജീവിക്ക്. ഇത് പഠിപ്പിച്ചു കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് വേണ്ട എന്നാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു തങ്ങൾ. പിന്നെ സ്വഭാവമായിട്ട് മരിച്ചു എന്നാ, പാരമ്പര്യമായിട്ട് പിന്നെ പ്രയാസം ആ കുടുംബത്തിൽ നീങ്ങിപ്പോയിട്ടില്ലെന്നാ ഹദീസ് കാണാം. യാ സഹ്ലു സഹ്ലേ, എന്റെ ഖാലിന്റെ അമ്മാവൻ മുഹമ്മദ് ഇബ്നു സിവാർ എന്നോട് പറഞ്ഞു, സഹ്ലേ മൻ കാനല്ലാഹു മഅഹ്, ആരെങ്കിലും അല്ലാഹു അവന്റെ കൂടെയുണ്ടെങ്കിൽ, വഹുവ നാദിറുൻ ഇലൈഹി, അവൻ അവരിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, വശാഹിദുഹു, അല്ലാഹു അവന്റെ സാക്ഷിയാണെങ്കിൽ, സഹ്ലേ അയഅസീ,
ആ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ചെയ്യാൻ ഒക്കുമോ സഹലേ? അള്ളാഹു കൂടെയുണ്ടെങ്കിൽ, അള്ളാഹു നിന്നെ കാണുന്നുണ്ടെങ്കിൽ, അള്ളാഹു നിനക്ക് സാക്ഷിയാണെങ്കിൽ ആ റബ്ബിന് പിന്നെ നിനക്ക് തെറ്റ് ചെയ്യാൻ ഒക്കുമോ? ഇയ്യാക വൽ മഅസിയ, സഹലേ തെറ്റ് ചെയ്തു പോകരുതേ എന്ന് 10 വയസ്സുള്ളപ്പോൾ അമ്മാവൻ പറഞ്ഞു കൊടുത്തു. മുഹമ്മദ് ഇബ്നു സിവാർ റഹിമഹുല്ല ആ ഒരു ജീവിതത്തിന്റെ പോക്കാണ് ലോകം കണ്ട ആരിഫീങ്ങളിൽ പ്രഗൽഭനായി മഹാനായ അല്ലാമ സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹുവിനെ ലോകത്തിന് ലഭിച്ചത്. അല്ലാഹു എന്റെ കൂടെയുണ്ടെന്ന ചിന്തയാണ്, അല്ലാഹു എന്നെ നോക്കുന്നുവെന്ന ചിന്തയാണ്, അല്ലാഹു എന്റെ കർമ്മങ്ങൾക്ക് സാക്ഷിയാണെന്ന ചിന്തയാണ്. അല്ലാഹു ആ ബോധം നമ്മുടെ മനസ്സിൽ തരട്ടെ.